യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വ്യക്തിപരമായും കുടുംബത്തിലും സമൂഹത്തിലും രക്ഷ പ്രാപിക്കാൻ വേണ്ടി ദൈവം നൽകിയ നാമമാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തെ ആരൊക്കെ വിളിക്കുന്നോ അവരുടെ മേൽ തൻ്റെ വലിയ സമ്പത്ത് ആത്മാവിനെ അവിടുന്ന് പകരും. യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ദൈവം കരുണ കാണിക്കും. യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു പാപിയെയും ദൈവം പുറന്തള്ളുകയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്താം. കർത്താവേ, ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും അങ്ങ് കരുണയാകണം. ഞങ്ങളുടെ കുടുംബങ്ങൾ കടന്നു പോകുന്ന ഞെരുക്കത്തിൻ്റെ വഴികൾ അങ്ങ് കാണണം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും ആനന്ദവും നിറയണം. ഞങ്ങളുടെ കുടുംബങ്ങളെ കർത്താവെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയുന്നു, പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് സ്ത്രീയോട് ചേരും, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. അവർ രണ്ടല്ല, അവർ ഒറ്റ ശരീരമാണ്. ഇതൊരു ദൈവിക രഹസ്യമാണ്. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ദൈവം വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നാക്കി തീർക്കുകയാണ്. അവരുടെ വിശുദ്ധ ജീവിതം, പുണ്യപ്പെട്ട ജീവിതത്തിലൂടെ മക്കള്, കൊച്ചുമക്കള്, തലമുറകളെല്ലാം ജനിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വലിയ സങ്കല്പമാണിത്. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കള്, കൊച്ചുമക്കള്, സഹോദരങ്ങള്, കുടുംബങ്ങള്, വല്യപ്പൻ, വല്യമ്മ, ഇതെല്ലാം അടങ്ങുന്നതാ ഒരു കുടുംബം. ഇന്ന് ഈ കാലഘട്ടത്തിൽ സാത്താൻ ഏറ്റവും അധികം തകർച്ച വിതയ്ക്കുന്നത് കുടുംബങ്ങളിലാണ്. ഈ കഴിഞ്ഞ ദിവസം ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു അമ്മ എന്നോട് പറയുക, അവരുടെ മക്കൾക്ക് പറഞ്ഞാൽ ഒരനുസരണയുമില്ല. മകന് തിന്നുക, കുടിക്കുക, TV കാണുക, മൊബൈലിൽ കളിക്കുക, രാത്രി മുഴുവൻ മൊബൈലിൽ പകൽ കിടന്നുറങ്ങുക.
അവർ പറഞ്ഞു, മടുത്തു മകനെ കൊണ്ട്, ഒരു പണി ചെയ്യത്തില്ല. വിദ്യാഭ്യാസമൊക്കെ നിർത്തി. ഇപ്പോൾ TV കാണൽ, ഉറക്കം, കൂട്ടുകെട്ട്, മദ്യപാനം, മൊബൈലിൽ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണുക, അങ്ങനെ ജീവിക്കുകയാണ്. മടുത്തു, അപ്പനുമേയും മടുത്തു. ഇത് കുടുംബത്തെ തകർക്കുന്ന വലിയ ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, ഭർത്താവ് കുടുംബം പുലർത്താൻ ജോലിയും അധ്വാനമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭാര്യ ഗീത ടെലിവിഷൻ്റെ മുൻപിലാണ്. സീരിയൽ കണ്ട് കണ്ണുനീര് തീർത്തു കളയുന്ന സ്ത്രീകൾ. മക്കളെ ഓർത്തവർക്ക് കരയാൻ നേരമില്ല. സീരിയലിൻ്റെ മുൻപിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്ന, വിഡ്ഢിത്തരം കാണിക്കുന്ന സ്ത്രീകൾ ധാരാളമുണ്ട്. ഇത് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. മക്കളെ ഓർത്ത് കണ്ണുനീരൊഴുക്കിയില്ലെങ്കിൽ കണ്ണുനീരൊഴുക്കേണ്ട ഒരു കാലം നിങ്ങൾക്കുണ്ടാകാൻ പോകുകയാണ്. അടുത്ത നാളിൽ ഒരപ്പനും അമ്മയും ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് പറയുക, 18 വയസ്സ് പൂർത്തിയായി മകൾക്ക്. അന്നവളുടെ അപ്പനും അമ്മയും വീട്ടിൽ പായസം വെച്ചു, കേക്ക് മുറിച്ചു, സന്തോഷമായിരുന്നു. പിറ്റേ ദിവസം കോളേജിൽ പോയ മകൾ തിരിച്ചു വന്നില്ല. അവള് ഒരു വിജാതിൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചു. ചങ്കുപൊട്ടി നിലവിളിക്കുന്ന മാതാപിതാക്കന്മാർ, വഴിവിട്ട ജീവിതം നയിക്കുന്ന അനേകം യുവതി യുവാക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. ഇത് കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഗൗരവമേറിയ ഒരു തകർച്ചയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. കുടുംബത്തിൽ പിശാച് കയറി പാപത്തിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ, നമ്മുടെ വിരൽത്തുമ്പിൽ പാപം കാത്തു നിൽക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം. യുവതി യുവാക്കന്മാരും കുട്ടികളും മുതിർന്നവരൊക്കെ പാപത്തിലും ആസക്തിയിലും അശുദ്ധിയൊക്കെ കണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. പാപം എന്നും പാപം തന്നെയാണ്. നമ്മുടെ ഈ ശരീരം പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ നമ്മിൽ പലരും ഈ ശരീരം മദ്യപാനം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, വ്യഭിചാരം, സ്വയംഭോഗം, മ്ലേച്ഛത നിറഞ്ഞ പാപത്തിലൂടെ ജീവിച്ച് നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുകയാണ്. നമ്മുടെ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരുപക്ഷെ മനുഷ്യൻ തൻ്റെ ബലഹീനതയിൽ പാപം ചെയ്തേക്കാം. നിന്റെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. നിന്റെ ബലഹീനതയിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ കൂടെയുണ്ട്. ഇസ്രായേലേ, നിന്നെ ഞാൻ വിസ്മരിക്കത്തില്ല. ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കലും ദൈവം മറന്നു കളയത്തില്ല. ദൈവത്തിന് നമ്മൾ പാപികളാണെങ്കിലും നമ്മളെ മറക്കാനായിട്ടാവില്ല. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞു പോലെ നിന്റെ പാപങ്ങളെ ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കാർമേഘം പോലെ നിന്റെ തിന്മകളെ, മൂടൽമഞ്ഞു പോലെ നിന്റെ പാപങ്ങളെ ഞാൻ തുടച്ചു നീക്കി. നിന്റെ തിന്മകളെയും പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. കഥ പറയുക, നീ ഒന്ന് തിരിച്ചു വാ. നീ നിന്റെ പാപങ്ങൾ ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി. ദൈവമേ, ഞാൻ പാപിയാണ്, അങ്ങേക്കെതിരായി, സ്വർഗത്തിനെതിരായിട്ട് ഞാൻ പാപം ചെയ്തു പോയി, കരുണയാകണമേ എന്നൊരു വാക്ക് പറഞ്ഞ് അനുദപിക്കാൻ നീ തയ്യാറായാൽ മതി. നീ തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിക്കൊള്ളട്ടെ, നിന്റെ അകൃത്യങ്ങളും തിന്മകളും എത്ര വലുതുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുൻപിൽ നിന്റെ പാപങ്ങളും തിന്മകളും ഒരിക്കലും വലുതല്ല. നീ
ജനിക്കുന്നതിന് മുൻപേ നിന്നെ അറിഞ്ഞ ദൈവം നീ മരിക്കുന്നത് വരെ ചെയ്യാനിരിക്കുന്ന സകല പാപങ്ങളെക്കുറിച്ച് അറിവുള്ളവനാ. പാപത്തിൻ്റെ സാഹചര്യങ്ങളെ അതിജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ലോകത്തിൻ്റെ സുഖങ്ങളിൽ നിന്ന്, ജഡിക ആസക്തികളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മളെ കർത്താവ് ക്ഷണിക്കുകയാണ്. അതിനുവേണ്ട കരുത്തും ബലവും ശക്തിയും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകും. യെശയ്യാ 43:25 എന്നെ പ്രതി നിന്റെ തെറ്റുകൾ മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. എന്നെ പ്രതി നിന്റെ തെറ്റുകളെല്ലാം തുടച്ചു മാറ്റുന്ന ദൈവമാണ് ഞാൻ. എന്നെ പ്രതി, അതായത് ഞാൻ ഏറ്റുവാങ്ങിയ പീഡകളെയും സഹനങ്ങളെയും മുറിവിനെയും പ്രതി, ഞാൻ ഒഴുക്കിയ രക്തത്തെ പ്രതി നിന്റെ പാപങ്ങളെല്ലാം തുടച്ചു മാറ്റുന്ന ഒരു ദൈവമാണ് ഞാൻ എന്ന് യേശു പറയുക. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. എത്ര മനോഹരമാണ്! കർത്താവ് പറയുക, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. ഒരിക്കലും നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കത്തില്ല. നീ ഒന്ന് തിരിച്ചു വന്നാൽ മതി. തെറ്റിപ്പോയി എന്നൊരു വാക്ക് നിന്റെ ദൈവത്തിൻ്റെ സന്നിധി പറഞ്ഞാൽ മതി. നിന്റെ പാപങ്ങൾ ഒരിക്കലും ഓർക്കത്തില്ലെന്നാണ് കർത്താവ് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ മുഖം ഇതാണ്. ഒരിക്കലും ശിക്ഷിക്കാത്ത ദൈവം, നിരന്തരം പാപികളോട് കരുണ കാണിക്കുന്ന ദൈവം, നമ്മുടെ തെറ്റുകൾക്കനുസരിച്ച് നമ്മളെ ഒരിക്കലും കുറ്റം വിധിക്കാത്തവനായ കാരുണ്യവാനായ ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. നീ ഒന്ന് തിരിച്ചു വാ. ഹെബ്രായ ലേഖനം 8:12 അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും. അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണ ഉള്ളവനായിരിക്കും. അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കത്തില്ല. എത്ര വലിയ പ്രത്യാശയാണിത്! അവരുടെ അനീതികൾക്ക് നേരെ ഞാൻ കരുണയുള്ളവനായിരിക്കും. അവരുടെ പാപങ്ങൾ ഒരിക്കലും ഞാൻ ഓർക്കത്തില്ല. ഒരിക്കലും നിന്റെ പാപങ്ങൾ ഓർക്കാത്തവണ്ണം നിന്റെ പാപങ്ങൾ സഞ്ചിയിലാക്കി മുദ്ര വെച്ച് ആഴിയുടെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ദൈവം നിന്റെ പാപങ്ങൾ ഒരിക്കലും ഓർക്കത്തില്ലെന്ന് കർത്താവ് വചനത്തിലൂടെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഓർക്കത്തില്ല. നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓർത്ത് കുറ്റബോധത്തിലേക്ക്, നിരാശയിലേക്ക് നീ പോകുവാൻ പാടില്ല. നിന്റെ പാപം എത്ര വലുതുമാവട്ടെ, ഒരിക്കലും ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള വലിയ പാപമായിരിക്കാം നീ ചെയ്തത്. എങ്കിലും നീ കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൻ നിന്നോട് കരുണ കാണിക്കും. എൻ്റെ ജീവിതത്തെ, ഹൃദയത്തെ ഒത്തിരിയേറെ സ്പർശിച്ച ഒരു സംഭവം ഞാൻ പങ്കുവയ്ക്കുന്നു. ഒരു മകൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മച്ചി എയ്ഡ്സ് രോഗിയായിട്ട് മരണാവസ്ഥയിലാണ്. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് അങ്ങനെ എയ്ഡ്സ് ഉണ്ടാകാൻ എന്നാണ് കാരണം? അവൾ പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ ഒരു മദ്യപാനിയായിരുന്നു. കിട്ടുന്ന പണം മുഴുവൻ ധൂർത്തടിക്കും. പല സ്ത്രീകളോടൊപ്പം തെറ്റായ ബന്ധങ്ങളിലൊക്കെ എൻ്റെ അപ്പൻ ജീവിച്ചത്. വേണ്ടവണ്ണം കുടുംബത്തിൽ സ്നേഹമോ കുടുംബത്തിൽ മക്കൾക്ക് നൽകേണ്ടതായ പരിഗണനയോ മക്കളുടെ കാര്യങ്ങളിൽ, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധയോ അപ്പനില്ലായിരുന്നു. അമ്മയൊരു പാവമായിരുന്നു. പക്ഷെ അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുന്ന സ്ത്രീയായിരുന്നു. അങ്ങനെ അപ്പൻ്റെ ധൂർത്തും മദ്യപാനവും തെറ്റായ ജീവിതവും ഞങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളഞ്ഞു. ഇന്ന് വലിയ തകർച്ചയിലൂടെ എൻ്റെ കുടുംബം കടന്നു പോകുന്നു. അവൾ പറയുകയാണ്, അപ്പൻ
ആദ്യം എയ്ഡ്സ് രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പന് നിരന്തരമായിട്ട് പനി, രോഗങ്ങൾ, അങ്ങനെ പരിശോധനയിലാണ് അപ്പൻ എയ്ഡ്സ് രോഗിയാണെന്നുള്ളത് ഡോക്ടർമാർ പ്രൂഫ് ചെയ്തു. തുടർന്ന് അമ്മയെ പരിശോധിച്ചു. അമ്മയ്ക്കും എയ്ഡ്സ്. ഞങ്ങൾ മക്കൾക്ക് ആർക്കും എയ്ഡ്സ് ഇല്ല. അപ്പൻ ധ്യാനം കൂടി അനുതാപത്തിലേക്ക് വന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി. നോക്കുക, ഒരു വ്യക്തിയുടെ പാപകരമായ ജീവിത വഴി ഒരു കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കി. വീട് ജപ്തിയിലായി, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയോട് പറയുക, ആ മകളിനോട് പറയുക, എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു, എടി, നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത, പാടില്ലാത്ത തെറ്റുകളിലൂടെ ഞാൻ കടന്നുപോയത്. എനിക്ക് നീ മാപ്പ് തരണം. എന്നിട്ട് അപ്പച്ചൻ എൻ്റെ അമ്മയോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് അപ്പച്ചൻ അമ്മയോട് പറഞ്ഞു, എടി, നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പൊയ്ക്കോ. വീട് ജപ്തി ചെയ്തു പോകും. നീ നിൻ്റെ ആങ്ങളമാരുടെ കൂടെ പോയി ജീവിച്ചോ. മോളെയും കൊണ്ടുവെക്കോ, മക്കളെയും കൊണ്ടുവെക്കോ. ഞാൻ എവിടെയെങ്കിലും കിടന്ന് മരിച്ചുകൊള്ളാം. ആ മകൾ പറയുക, എൻ്റെ അമ്മ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, ഞാനെല്ലാം ക്ഷമിക്കുന്നു, ഞാനെല്ലാം ക്ഷമിക്കുന്നു. എന്നെ വേദനിപ്പിച്ചതും വിഷമിപ്പിച്ചതും പീഡിപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറയുക, മരിക്കുന്നത് വരെ ഞാൻ വിട്ടുപോകത്തില്ല. ആ മകൾ പറഞ്ഞു, എൻ്റെ അമ്മ മരിക്കുവോളം, അപ്പച്ചൻ മരിക്കുവോളം എൻ്റെ അമ്മ ശുശ്രൂഷിച്ചു. അപ്പച്ചൻ മരിച്ചു, അപ്പച്ചൻ അടക്കപ്പെട്ടു. ആ സഹോദരി പറയുക, ഇപ്പോൾ എൻ്റെ അമ്മ ഒരു എയ്ഡ്സ് രോഗ കേന്ദ്രത്തിൽ മരണാവസ്ഥയിൽ കിടക്കുക. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നോക്കുക, ആ ഭാര്യ തൻ്റെ ഭർത്താവിന് നിരുപാധികം ക്ഷമ കൊടുക്കുക. ഇവിടെ വചനത്തിൽ നമ്മൾ കണ്ടില്ലേ, നിൻ്റെ അനീതികൾക്ക് നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, നിൻ്റെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർമ്മിക്കത്തില്ല. സ്വന്തം ഭർത്താവ് ചെയ്തു കൂട്ടിയ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്ത ഭാര്യ ഈ ഭൂമിയിൽ ഇത്രമാത്രം തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചു. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ ജീവൻ തന്ന യേശു നമ്മുടെ പാപങ്ങൾ ഓർമ്മിച്ചിരിക്കത്തില്ല. കർത്താവേ, തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒന്ന് മുട്ടുമടക്കി കരയുവാൻ, ഒന്ന് നിലവിളിക്കാൻ നീ തയ്യാറുണ്ടോ? നിന്റെ സകല പാപങ്ങളും അവൻ തുടച്ചു നീക്കും. ഒരു പാപം പോലും ചെയ്യാത്തവനെ പോലെ യേശു നിന്നെ നെഞ്ചോട് ചേർക്കും. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നു. ഒത്തിരിയേറെ തിന്മകളിൽ ജീവിച്ച വ്യക്തിയാ സക്കേവൂസ്. ചുങ്കക്കാരനും പാപിയുമായിരുന്നു. കർത്താവ് ചുങ്കക്കാരെയും പാപികളെയും തേടിയാ വന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വേശ്യകൾക്കും തെമ്മാടികൾക്കും പാപികൾക്കും ദരിദ്രർക്കും മോശക്കാർക്കും ആർക്കും വേണ്ടാത്തവർക്കും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർക്കും യേശുവിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട്. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ പാപങ്ങൾക്കൊത്ത് കണക്ക് ചോദിച്ച് നമ്മളെ ശിക്ഷിക്കുന്നവനല്ല യേശു. എല്ലാ ദൈവസങ്കല്പങ്ങളെയും തകർക്കുവാനാ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവസങ്കല്പങ്ങളിൽ ശിക്ഷിക്കുന്ന, കരുണ കാണിക്കാത്ത, കോപിക്കുന്ന, തകർക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ഇതാ വിശുദ്ധ ബൈബിൾ യേശുവിലൂടെ ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുത്തുകയാണ്. യോഹന്നാൻ 10:30 എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു.
പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ മുഖം ക്രിസ്തുവിലൂടെയാണ് വെളിപ്പെട്ടത്. പാപികളെ സ്നേഹിച്ചവൻ പാപികൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, പാപികളോടൊപ്പം ഭക്ഷണം കഴിച്ചു. ചുങ്കക്കാരും വേശ്യകളും പാവപ്പെട്ടവരും ദരിദ്രരെല്ലാം കർത്താവിൻ്റെ സ്നേഹിതരായിരുന്നു. ഇതാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖം. അവൻ്റെ സ്നേഹത്തിലേക്ക്, അവൻ്റെ കരുണയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് മായ്ച്ചു കളയും. നമ്മുടെ തിന്മകളെല്ലാം കർത്താവ് ക്ഷമിക്കും. യേശു അവിടുന്ന് മാത്രമാണ് കർത്താവ്. അവിടുന്ന് മാത്രമാണ് നമുക്ക് ശക്തി നൽകുന്ന, സംരക്ഷണം നൽകുന്ന ഒരേ ഒരു ദൈവം. 1 കൊരിന്തോസ് 8:6 നമുക്ക് ഒരു ദൈവമേയുള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. നമുക്ക് പിതാവായി ഒരാളേ ഉള്ളൂ, യേശു. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. നമുക്കൊരു പിതാവേ ഉള്ളൂ, നമുക്കൊരു കർത്താവേ ഉള്ളൂ, നമുക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. കരുണയുടെ ഹൃദയവുമായി ഈ ഭൂമിയിലേക്ക് വന്ന യേശു പാപികൾക്ക് വേണ്ടി ജീവൻ ഹോമിച്ച യാഗബലിയായി തീർന്ന, കുരിശിൽ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവം കർത്താവായ യേശു. അവനെ ആരാധിക്കാം, അവനെ മഹത്വപ്പെടുത്താം. അവൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വിട്ടുകൊടുക്കാം. യേശു അവിടുന്ന് മാത്രമാണ് കർത്താവ്, അവിടുന്ന് മാത്രമാണ് ദൈവം. നിൻ്റെ പാപങ്ങൾ ഓർത്തിരുന്ന് ഒരിക്കലും അവൻ നിന്നെ ശിക്ഷിക്കത്തില്ല. ഇത് വലിയ ഒരു സന്തോഷത്തിൻ്റെ വാർത്തയാണ്. നിൻ്റെ അനീതികളും അകൃത്യങ്ങളും ഓർക്കത്തില്ല. നിൻ്റെ പാപങ്ങൾ അവിടുന്ന് തുടച്ചു മാറ്റുന്നവനാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. എന്താ മോൻ്റെ പേരെന്താ? ജിജോ. ജിജോ എവിടുന്ന് വരുന്നു? ഞാൻ നെടുങ്കണ്ടം. നെടുങ്കണ്ടം. ഇത് എന്ത് പറ്റിയത്? വീടിൻ്റെ മുകളിൽ നിന്ന് വീണതാണ്. വീണിട്ട് നട്ടലിന് പൊട്ടൽ വന്ന് ഉള്ളിലേക്ക് തള്ളിയായിരുന്നു. പൊട്ടിയിട്ട് ഉള്ളിലേക്ക് തള്ളിയായിരുന്നു. നട്ടല് പൊട്ടിയിട്ട് ഉള്ളിലേക്ക് തള്ളി. സർജറി ചെയ്തു. 6 സ്ക്രൂ ഇട്ട് മുറിക്കേക്കുക. അപ്പോൾ ഈ യൂറിൻ്റെയും മോഷൻ്റെയും ഒരു സെൻസേഷൻ കിട്ടുന്നില്ല. ഇപ്പം അവിടെ നിന്ന് ബലം കിട്ടിയ പോലെ തോന്നുന്നുണ്ട് നടുവിന്. ഇപ്പം എണീച്ച് നടക്കാൻ പറ്റുന്നുണ്ട്? കുഴപ്പമില്ല, നടക്കാൻ പറ്റി. ഇപ്പം നടക്കാൻ പറ്റി. വൈഫാണോ? ഇതാരാണ്? അളിയനാണ്. ഈ പായ്ക്കിരുന്ന് കൈ പിടിച്ച് മോൻ്റെ കൈ പിടിച്ച് ചേച്ചി മാറുന്നു. മോനെ നടന്ന് അങ്ങോട്ട് നടന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ബെൽറ്റ് എന്തിനായിട്ടിരിക്കുന്നത്? അത് ബെൽറ്റ് ഇട്ട് എഴുന്നേക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ബെൽറ്റ് ഇട്ട് എഴുന്നേക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുക. അതിൻ്റെ കാരണം എന്താണോ? സർജറി ചെയ്തിരിക്കുന്നതുകൊണ്ട്. സർജറി ചെയ്തുകൊണ്ട്. എത്ര നാളായി ബെൽറ്റ് ഇട്ടിട്ട്? ഇപ്പം 40 ദിവസം. 40 ദിവസം. എത്ര നാൾ ധരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് ചിലപ്പോൾ ഒരു 6 മാസം വരെ. 6 മാസം വരെ ധരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബെൽറ്റ് മാറ്റാൻ ധൈര്യമുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ധൈര്യമുണ്ട്. അഴിച്ചു മോനെ, അഴിച്ചു ധൈര്യമായിട്ട്. മോനെ ആ ബെൽറ്റിങ് ആണ്. ആ ബെൽറ്റിങ് ആണ്. ഈ ബെൽറ്റ് എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നു? 35 ദിവസമായിട്ട് ബെൽറ്റ് ഉപയോഗിക്കുന്നു. പിടിച്ചോ മോനെ. ഇവിടെയാണല്ലേ? ഒന്ന് തിരിഞ്ഞു നിൽക്കാവോ? അങ്ങോട്ട് കാണിക്കാമോ? നിങ്ങൾക്ക് കാണാം. ദൈവൻ്റെ നട്ടല് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഈ മകനോട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമോ? വിശ്വാസമുണ്ടോ? കരമുയർത്തി മകനോട് സ്തുതിച്ചോ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എസെക്കിയേൽ പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൽപ്പിക്കുന്നു, അസ്ഥികൾ കൂടിച്ചേരട്ടെ. യേശുവിന്റെ നാമത്തിൽ നീക്കം ചെയ്ത ഡിസ്കുകൾ പുനഃസൃഷ്ടിക്കുന്നു. യോഹന്നാൻ 19:36 അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും ചിതറിക്കപ്പെടുകയില്ല. യേശുവേ നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
അത്ഭുതം സംഭവിക്കട്ടെ. ഡിസ്കുകൾ പുനഃസൃഷ്ടിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. മോനെ തിരിഞ്ഞു, ധൈര്യമായിട്ട് നടന്നു തിരിച്ചോ. തിരിക്കട്ടെ, തിരിച്ചോ, തിരിയട്ടെ, തിരിയട്ടെ. നന്നായിട്ട് കാലൊക്കെ വരച്ചു കുടഞ്ഞേ. നന്നായിട്ട് വരച്ചു കുടഞ്ഞേ, വരച്ചു കുടഞ്ഞോ. നന്നായിട്ട് ഇങ്ങേ കാലൂടെ, ഈ കാലൂടെ. ഒന്ന് കുനിഞ്ഞേ, ധൈര്യമായിട്ട് കുനിഞ്ഞോ. യേശുവിന്റെ നാമത്തിൽ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ബലം കിട്ടുന്നുണ്ടോ കാലിന്? പിടുത്തമുണ്ട്, അത് മാറിക്കോളും. ബലം കിട്ടുന്നുണ്ടോ നടുവിന്? ബലമുണ്ട്. ബലമില്ലാതെ കിടപ്പിലായിരുന്നു. ഇപ്പൊ നല്ല ബലമുണ്ട്. കാലിന് ബലമുണ്ട്, കാലിന് ബലമുണ്ട്. അത് കൊടുത്ത് വായിക്കട്ടെ. നടന്ന് കാണിച്ച് ഉറപ്പിച്ചു നടന്നു. നല്ല ഫ്രീ ആയിട്ട് നടന്നു. ഹല്ലേലൂയ. ഈശോ തൊട്ട് കഴിഞ്ഞതാണ് മോനെ. നിന്നെ ഈശോ തൊട്ടു. സമാധാനമായിട്ട് പൊക്കു, ധൈര്യമായിട്ട് പൊക്കു കേട്ടോ. വിട്ടു, പിടിക്കണ്ട, തന്നെ ഇറങ്ങിക്കോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ. സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു